2023 ഒക്ടോബർ 7 തുടങ്ങിയ സംഘർഷം 1.5 വർഷം കഴിഞ്ഞ് ഈയൊരു സമയത്തെത്തിയിരിക്കുമ്പോൾ ഇസ്രയേൽ പൊളിച്ചടുക്കിയ 7 മിത്തുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മളറിയാതെ നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ വിശ്വാസത്തിലടക്കം കടന്നു വന്നിട്ടുള്ള ചില മിത്തുകൾ, അതിൻ്റെ അടിസ്ഥാനം തന്നെ തകർത്തെറിയുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം കൊണ്ട് 1.5 വർഷം കൊണ്ട് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് നോക്കാം, ഓരോ മിത്തുകളായി നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ ഒരു വംശഹത്യ, ഗസയിൽ നടക്കുന്ന വംശഹത്യ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും പൊളിഞ്ഞടങ്ങിയിട്ടുള്ളൊരു മിത്ത് എന്ന് പറയുന്നത്, കാലം കൂടുന്തോറും അല്ലെങ്കിൽ കാലം മുന്നോട്ട് പോകുന്തോറും മനുഷ്യൻ കൂടുതൽ ധാർമ്മികനാകുന്നു എന്ന ഒരു മിത്താണ്. അതായത് പഴയ കാലത്തുള്ളവർ ഒക്കെ അങ്ങേയറ്റം മോശക്കാരും അതുപോലെ തന്നെ അവർക്കൊന്നും ധാർമ്മികതയില്ലാത്തവരുമാണ്. കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മനുഷ്യൻ പരിഷ്കൃതനാകുന്നു, അതുപോലെ തന്നെ അവനിൽ തിന്മകൾ കുറഞ്ഞു വരുന്നു, അവൻ ധാർമ്മികനാകുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു അന്ധവിശ്വാസം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കാരണം വളരെ ചെറിയൊരു പ്രദേശത്ത് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, ലൈവായി ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ജനോസൈഡ്, ഒരു വംശഹത്യ നടക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാലം മുന്നോട്ട് പോകുമ്പോൾ ഇത്രയേറെ വലിയൊരു ക്രൂരത ചരിത്രത്തിൽ തന്നെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള ക്രൂരത ഇന്ന് നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, മനുഷ്യൻ ഒരു നിലക്കും കാലം മുന്നോട്ട് പോകും തോറും നന്മയുള്ളവനാവുകയല്ല ചെയ്യുന്നത്, ധാർമ്മികത കൂടുകയല്ല ചെയ്യുന്നത്, മനുഷ്യൻ അധമനാവുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ അടക്കം സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് ബോധ്യപ്പെടുകയാണ്. മനുഷ്യൻ കൂടുതൽ ധാർമ്മികനാകുന്നു, പരിഷ്കൃതനാകുന്നു എന്നുള്ള മിത്ത് ഇവിടെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ മിത്ത്, പണ്ട് കാലത്തായിരുന്നു അക്രമങ്ങൾ കൂടുതൽ, ആധുനിക കാലത്ത് യുദ്ധങ്ങളും വയലൻസും തുലവും കുറവാണ് എന്ന് ഒരു പരിധിവരെയൊക്കെ വിശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ളൊരു മിത്ത് പല ആളുകളുടെയും മനസ്സിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലോകക്രമം എന്ന് പറഞ്ഞുകൊണ്ട് ചില അമേരിക്കക്ക് അനുകൂലമായിട്ടുള്ള, സാമ്രാജ്യത്വത്തിന് അനുകൂലമായിട്ടുള്ള യൂറോ സെൻട്രിക് ആയിട്ടുള്ള ഒരു ലോകക്രമം ഉണ്ടാക്കുകയും കച്ചവടങ്ങൾക്ക് വേണ്ടി ഒരു പരിധിവരെയൊക്കെ പ്രധാന രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഇല്ലാതാവുകയും ചെയ്ത ഏതാനും ചില സമയങ്ങൾ കൊണ്ട് ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കുകയായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ, ഇതൊക്കെ നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന സമയത്ത് തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിലുമെല്ലാം ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലേക്ക് വരാത്ത രൂപത്തിൽ മറച്ചു പിടിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു വംശഹത്യ തുടരുന്നതോടുകൂടി ആ ഒരു മിത്ത് കൂടി തകർന്നടിയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു 1.5 വർഷം കഴിയുമ്പോഴേക്ക് 70,000-ഓളം കൺഫേംഡ് ഡെത്ത്, ഏകദേശം 1 ലക്ഷത്തോളമൊക്കെ വരും എന്നുള്ളതാണ്. കാരണം പല സ്ഥലത്തും മരിച്ചു വീണ ആളുകളെ പൂർണ്ണമായിട്ടും എടുത്തിട്ടില്ല. പല കെട്ടിടങ്ങളുടെയും ഇടയിൽ ഇപ്പോഴും ഒരുപാട് ആളുകൾ കുരുങ്ങിക്കിടക്കുകയാണ്. എന്ന് വെച്ചാൽ അവരുടെ മൃതദേഹങ്ങൾ കുരുങ്ങിക്കിടക്കുകയാണ്. അതൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ പൂർണ്ണമായൊരു കണക്ക് കിട്ടും. ഏകദേശം 1 ലക്ഷത്തോളം ആളുകളുടെ മരണമാണ് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ, ഈ ഒരു ചെറിയ വംശഹത്യയുടെ 1.5 വർഷം പിന്നിടുമ്പോൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. പൊതുവെ നമ്മൾ പറയാറുള്ളത്, ലോക മഹായുദ്ധങ്ങളിലാണ് വലിയ രൂപത്തിലുള്ള കൂട്ടക്കൊലകൾ നടന്നിട്ടുള്ളത്, ആളുകൾ മരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ അതുമാത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഗാസ ജനോസൈഡ്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ, ഏകദേശം 1 ലക്ഷത്തോളം ആളുകളുടെ മരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ 365 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്ന ഗാസ എന്ന് പറയുന്ന ചെറിയൊരു സ്ട്രിപ്പിലാണ് 1 ലക്ഷത്തോളം ആളുകൾ അവിടെ മരിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ 1 സ്ക്വയർ കിലോമീറ്ററിൽ 274 മരണങ്ങളാണ് ഈ ഒരു വംശഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളത്. എന്നാൽ നമ്മൾ ലോകമഹായുദ്ധം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള മരണവും പെർ സ്ക്വയർ കിലോമീറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 13 ഡെത്ത്സ് പെർ സ്ക്വയർ കിലോമീറ്ററാണ് ലോകമഹായുദ്ധം 1 നടന്നിട്ടുള്ളത്. 1-ാം ലോകമഹായുദ്ധത്തിൽ 13 ഡെത്ത്സ്, 13 ആളുകളാണ് 1 സ്ക്വയർ കിലോമീറ്ററിൽ മരിച്ചിട്ടുള്ളത്. 2-ാം ലോകമഹായുദ്ധം, അതിനേക്കാൾ വലിയ രൂപത്തിൽ ആളുകൾ മരിച്ചതാണെന്നൊക്കെ നമ്മൾ പറയുന്ന 2-ാം ലോകമഹായുദ്ധത്തിൽ 1 സ്ക്വയർ കിലോമീറ്ററിൽ 32 ആളുകളാണ് മരിച്ചിട്ടുള്ളത്. 1-ാം ലോകമഹായുദ്ധത്തിൽ 13 ആളുകളാണെങ്കിൽ 2-ാം ലോകമഹായുദ്ധത്തിൽ 32 ആളുകളാണെങ്കിൽ ഈ വംശഹത്യയിൽ, ഗാസ വംശഹത്യയിൽ 274 മരണങ്ങളാണ് 1 സ്ക്വയർ കിലോമീറ്ററിൽ നടന്നിട്ടുള്ളത്. ലോകത്ത് തുല്യതയില്ലാത്ത കൂട്ടക്കൊലയുടെ പുതിയ അധ്യായമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അത്രമേൽ വലിയ ഒരു ക്രൂരതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള 90%-ലധികം വീടുകൾ നശിപ്പിച്ചു, 80%-ലധികം ആശുപത്രികൾ നശിപ്പിച്ചു. പൊതുവെ യുദ്ധങ്ങൾ നടക്കുമ്പോൾ പോലും, അങ്ങേയറ്റം വൈര്യം നിറഞ്ഞ ആളുകൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ പോലും അവിടെ ആശുപത്രികളെയും അതുപോലെ തന്നെ അത്തരം സംവിധാനങ്ങളെയുമെല്ലാം ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം എത്ര ക്രൂരന്മാരാണെങ്കിൽ പോലും ചെയ്യുമായിരുന്നു. പക്ഷേ ആശുപത്രികൾ, സാധാരണക്കാരായ ആളുകൾ പരിക്കുപറ്റി അവർ ആശ്രയം
എടുക്കുന്ന ആശുപത്രികളെ പോലും ബോംബിട്ട് തകർക്കുന്ന 80% ആശുപത്രികളെ തകർക്കുന്ന, അതുപോലെ തന്നെ 97% പേരും വിശപ്പ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, അങ്ങനെ വിശപ്പ് അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോൾ പോലും, അവർ പട്ടിണി കിടക്കുമ്പോൾ പോലും അവർക്ക് ഭക്ഷണം നിഷേധിക്കുന്ന അങ്ങേയറ്റം ക്രൂരതയുടെ പുതിയ അധ്യായമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മിത്തുകൾ, അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഇവിടെ തകർന്നടിയുകയാണ്. മൂന്നാമത്തെ ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്നത് പാശ്ചാത്യർ പരിഷ്കൃതരാണ് എന്നുള്ളതാണ്. അവർ അക്രമങ്ങളെയും അധിനിവേശങ്ങളെയും പിന്തുണക്കില്ല. മുമ്പൊക്കെ അങ്ങനെ കുറേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി പൊതുവിൽ പാശ്ചാത്യർ എന്ന് പറയുന്ന ഒരു പരിഷ്കൃത സമൂഹമാണ്, സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. അവരത്തരത്തിലുള്ള ആക്രമങ്ങളെയും അതുപോലെ തന്നെ അധിനിവേശങ്ങളെയും കൊലകളെയും കൊള്ളകളെയും ഒന്നും അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഒരു മിത്തെന്ന് പറയുന്നത്. പക്ഷേ അതിവിടെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ചില എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ കൂടി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് രണ്ടു കൂട്ടരും ഒരുപോലെ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകരരാഷ്ട്രത്തെ പിന്തുണക്കുകയും അവർക്ക് ആയുധങ്ങൾ ഇപ്പോഴും നിർബാധം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും 100,000-ഓളം ആളുകളെ കൊന്നതിന് ശേഷം ഇപ്പോൾ ചില രാജ്യങ്ങൾ അതിനോട് ആയുധങ്ങൾ കയറ്റി അയക്കുന്നത് നിർത്തണോ എന്നുള്ള ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൂടി ഇത്രയും ആളുകൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ പോലും അവർക്ക് ആയുധങ്ങൾ എത്തിക്കുന്ന, അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ എത്തിക്കുന്ന, അവർക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് എത്തിക്കുന്ന തിരക്കിലായിരുന്നു യൂറോപ്യന്മാരുടെ പ്രധാനപ്പെട്ട ആളുകൾ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് ഒരുപാട് എതിർ ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റേത് സമൂഹങ്ങളിലും എന്നതുപോലെ മാത്രമേ യൂറോപ്പിലും എതിർ ശബ്ദങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. യൂറോപ്യർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാശ്ചാത്യർ എന്ന് പറയുന്നത്, അമേരിക്കക്കാരും യൂറോപ്യരും എന്ന് പറയുന്നത് അവർ പരിഷ്കൃതരാണ്, അവരെ പോലെ ആകണം നമ്മൾ എന്നൊക്കെ പറഞ്ഞിരുന്ന ചില അന്ധവിശ്വാസങ്ങളുടെ കടക്കലാണ് ഇവിടെ കത്തിവെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അവർ പരിഷ്കൃതരാണ്, അവർക്ക് ഇത്തരത്തിലുള്ള കൊള്ളയും കൊലയും ഒന്നും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന മിത്ത് ഇവിടെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. പാശ്ചാത്യർ ഫണ്ട് ചെയ്തുകൊണ്ട്, പാശ്ചാത്യർ ആയുധം എത്തിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വംശഹത്യയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തെ മിത്ത് എന്ന് പറയുന്നത് കൊളോണിയലിസം കഴിഞ്ഞ നൂറ്റാണ്ടിൽ അവസാനിച്ചു, ഇന്ന് അത് നിലനിൽക്കുന്നില്ല എന്ന് പറയുന്ന വലിയൊരു അന്ധവിശ്വാസമാണ്. അത് നമ്മളുടെ മുമ്പിൽ തൊട്ടുമുന്നിൽ, നമ്മൾ കൺമുന്നിൽ തകർന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഒരു സെറ്റിലർ കൊളോണിയൽ രാജ്യം വീണ്ടും അത് കൊളോണിയലിസവുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ എടുക്കുന്നു, ഗസയെ കൂടുതൽ ഭാഗങ്ങൾ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തൊട്ട് കൺമുന്നിൽ ഈ കൊളോണിയലിസം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിക്കൊണ്ട് അത് നിലനിൽക്കുകയാണ്. അത്തരമൊരു അന്ധവിശ്വാസവും ഇവിടെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. അഞ്ചാമത്തെ ഒരു മിത്തെന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ കൃത്യമായൊരു ലോകക്രമവും അന്താരാഷ്ട്ര നിയമങ്ങളും നിലവിലുണ്ട്. അതായത് പണ്ടുണ്ടായിരുന്നത് വെച്ചാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള നിലക്ക് അങ്ങനെയുള്ളവർക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലം അങ്ങനെയൊന്നല്ല. ഇന്ന് കൃത്യമായ ലോകക്രമമുണ്ട്, കൃത്യമായ അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്, അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പല ആളുകളും വിശ്വസിച്ചിരുന്നത്. പല ആളുകളും ആത്മാർത്ഥമായി അത് വിശ്വസിച്ചിരുന്നു. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ആധുനിക ലോകം എന്ത് സുഖമുള്ള ലോകമാണ്, അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്, അതിനെ ആർക്കും ലംഘിക്കാൻ കഴിയില്ല എന്നൊക്കെ വിശ്വസിച്ചു പോയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങേയറ്റം വലിയൊരു മിത്താണ്, ലോകത്തെ ഏറ്റവും വലിയൊരു അന്ധവിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു വംശഹത്യ നടക്കുമ്പോഴും UN അതിനെതിരെ പ്രമേയങ്ങൾ പാസ്സാക്കുകയാണ്. ഒരുപാട് പ്രമേയങ്ങൾക്ക് മേലെ പ്രമേയങ്ങൾ ഇങ്ങനെ പാസ്സാക്കുക എന്നല്ലാതെ അവിടെ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു ഇടപെടൽ നടത്താൻ, ഈ ഒരു വംശഹത്യയെ തടയാൻ, അതുപോലെ തന്നെ അവർക്ക് ആയുധങ്ങൾ എത്തുന്നത് തടയാൻ, അവരോടുള്ള വിപണിയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കച്ചവടങ്ങളും നിർത്തലാക്കാൻ എന്തെങ്കിലും കഴിഞ്ഞോ? ഇല്ലെന്ന് മാത്രമല്ല, ഇവിടെയുള്ള കയ്യൂക്കുള്ളവൻ അഥവാ അമേരിക്ക പോലുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ അവർ വിചാരിച്ചാൽ എന്തും നടക്കും. കയ്യൂക്കുള്ളവൻ തന്നെയാണ് ഇന്നും കാര്യക്കാരൻ എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് വേറെ ചില രൂപത്തിലായിരുന്നു അതെങ്കിൽ ഇന്ന് ചില സംഘടനകൾ, അന്താരാഷ്ട്ര സംഘടനകളുടെയും ചില രാജ്യങ്ങളുടെയും പേരിൽ അതേ സംഭവം നടക്കുകയാണ്. കയ്യൂക്കുള്ളവൻ തന്നെയാണ് ഇന്നും കാര്യക്കാരൻ. അവൻ വിചാരിച്ചാൽ, അതായത് കയ്യൂക്കുള്ളവൻ വിചാരിച്ചാൽ ആരെയും കൂട്ടക്കൊല ചെയ്യാം, വംശഹത്യ ചെയ്യാം എന്നുള്ളത് ഇന്നും അതേപോലെ നിലനിൽക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഹിറ്റ്ലറിൻ്റെ കഥയും അതുപോലെ തന്നെ മുസോളിനിയുടെ കഥയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഇതൊക്കെ ഈ വംശഹത്യയൊക്കെ നടക്കുമ്പോൾ അന്ന് ജീവിച്ചിരുന്ന ആളുകളൊക്കെ എവിടെ പോയി? അന്ന് നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ ക്രൂരത ഇന്ന് നടക്കുമ്പോഴും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ വലിയൊരു ലോകക്രമവും അന്താരാഷ്ട്ര നിയമങ്ങളും അതിനെ ആർക്കും അതിലംഘിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ എത്ര സുന്ദരമായേനെ അല്ലേ? പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതേപോലെ തന്നെ ആറാമത്തെ ഒരു മിത്തെന്ന് പറയുന്നത് വംശീയത ഇന്ന് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്.
വംശീയത ഒക്കെ അത്തരത്തിലുള്ള റേസിസം അല്ലെങ്കിൽ വംശീയത അതൊക്കെ മുമ്പുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അത് കാര്യമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ വംശീയതയുടെ അങ്ങേയറ്റം, അതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ രൂപം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. 2 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു എന്ന് പറയും. ഏത് മനുഷ്യനും കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. പക്ഷേ 2 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ലോകത്തെമ്പാടും വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാവുകയും, മറുഭാഗത്ത് 75,000 മുതൽ 1,00,000 പേര് വരെ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് അത് നിസ്സാരമായ സാധാരണ യുദ്ധത്തിൽ നടക്കുന്ന ഒരു കാഷ്വാലിറ്റീസ് എന്ന നിലക്ക് 1,00,000-ഓളം ആളുകൾ കൊല ചെയ്യപ്പെടുക എന്നുള്ളത് അതൊരു വാർത്തയേ അല്ല. എന്നാൽ 2 പേര് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വാർത്ത. ഇവിടെ എന്താണ്? മനുഷ്യർക്കെല്ലാവർക്കും ഒരേ മൂല്യമാണെങ്കിൽ, വംശീയത നിലനിൽക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയൊരു പ്രശ്നം, അതായത് ഇപ്പോൾ പോലും പല ആളുകളും പറയുന്നത് ഹോസ്റ്റേജസ് ഉണ്ട്, അവിടെ ഹോസ്റ്റേജസിനെ വിട്ടാൽ ഈ പ്രശ്നം കഴിയൂലെന്നാണ്. ഹോസ്റ്റേജസ് ഇപ്പുറത്തെത്തറുള്ളത്, ഇപ്പുറത്ത് ഏതാനും 100ഓളം ആളുകളെ അല്ലെങ്കിൽ 200ഓളം ആളുകളെയാണ് പിടിച്ചിട്ടുള്ളത്. മറുഭാഗത്തോ ഇസ്രായേൽ ജയിലുകളിൽ ആയിരക്കണക്കിന് ഫലസ്തീനികൾ ഇന്നുമുണ്ട്. അവരെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളെ പിടിച്ചു വെക്കുന്നത് നമുക്കൊരു പ്രശ്നമായി തോന്നുന്നില്ല. മറുഭാഗത്ത് 100-200 ആളുകളെ പിടിച്ചു വെക്കുന്നത് വലിയ പ്രശ്നമായി നമുക്ക് തോന്നുന്നുവെങ്കിൽ എന്താ, ഈ 2 കൂട്ടരും മനുഷ്യരല്ലേ? ഇസ്രായേലികളും അതുപോലെ തന്നെ ഫലസ്തീനികളും മനുഷ്യരല്ലേ? അവർ 2 പേരെയും ഒരുപോലെയല്ലേ കാണേണ്ടത്? ഫലസ്തീനികൾ മരിക്കുന്നതും ഇസ്രായേലികൾ മരിക്കുന്നതും ഒരുപോലെയല്ലേ നമുക്ക് കാണേണ്ടത്? അവരുടെ വാല്യൂ ഈക്വലാണെങ്കിൽ അല്ല. അവിടെ യൂറോപ്യന്മാരോ അല്ലെങ്കിൽ ഒരു ജൂവോ അല്ലെങ്കിൽ ജൂതനോ മരിക്കുമ്പോൾ അതിന് കുറച്ച് വാല്യൂ കൂടുതലാണ് എന്നും, മിഡിൽ ഈസ്റ്റിലുള്ള അല്ലെങ്കിൽ ഒരു അറബ് വംശജൻ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫലസ്തീനി മരിക്കുമ്പോൾ അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യം എന്ന നിലക്കും ചിന്തിക്കുന്ന ഒരു അങ്ങേയറ്റം വലിയ വംശീയത ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഈ ഒരു വംശഹത്യ എന്ന് പറയുന്നത്. ആ ഒരു മിത്ത് ഇസ്രായേൽ പൊളിച്ചടുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഏതുവരെയും ചോദിച്ചാൽ റഷ്യ ഉക്രൈനെ ആക്രമിച്ച ഒരു സാഹചര്യത്തിൽ BBC-യിലുള്ള ഒരു ചർച്ചക്കിടയിൽ ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, റഷ്യയും ഉക്രൈനും തമ്മിലാണല്ലോ നമ്മളൊരു യൂറോപ്യൻ അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്, യൂറോപ്യൻസ് ആണ്. അപ്പോൾ യൂറോപ്യന്മാർ മരിച്ചു വീഴുന്നത് നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ആലോചിക്കാൻ പറ്റുക? ബ്ലൂ ഐസും അതുപോലെ തന്നെ ബ്ലോണ്ട് ഹെയർസും ഉള്ള ആ നിലക്ക് വെളുത്ത വംശജരായ ആളുകൾ മരിച്ചു വീഴേ, അതൊക്കെ സിറിയയിലും ഫലസ്തീനിലൊക്കെ മരിച്ചു വീഴേണ്ടതല്ലേ? ഇവിടെയുള്ള യൂറോപ്യൻസ് എങ്ങനെയാണ് മരിച്ചു വീഴുക? അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു വ്യക്തി ചോദിക്കുന്നത്. അത് നിങ്ങൾ കേട്ടോളൂ. I'm sorry, it's very emotional for me because I see European people with blue eyes and blonde hair being killed, children being killed every day with Putin's missiles and his helicopters and his rockets. And so of course I understand and യെസ്, അത് നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റില്ല എന്നാണ്. ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. കാരണം എന്താ, അങ്ങനെ നീല കണ്ണുകളുള്ള വെളുത്ത വംശജരായ ആളുകൾ മരിച്ചു വീഴുക, യുദ്ധത്തിൽ മരിച്ചു വീഴുക, അങ്ങനെ ചത്തൊടുങ്ങുക എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് അറേബ്യൻ വംശജരും അതുപോലെ തന്നെ കുറച്ച് ഈസ്റ്റേൺ ലോകത്തുള്ള ആളുകളും ആഫ്രിക്കക്കാരും ഒക്കെ അല്ലേ? അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ? ഫലസ്തീനികൾ മരിച്ചു വീഴുക, സിറിയക്കാർ മരിച്ചു വീഴുക, ആഫ്രിക്കക്കാർ മരിച്ചു വീഴുക, അവർ പട്ടിണി കിടന്ന് മരിക്കുക, ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. എന്നാൽ വെള്ളക്കാരൻ മരിക്കേ, അത് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ എന്നാണ്. റഷ്യ ഉക്രൈൻ ആക്രമിക്കുക എന്നുള്ളത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നതിലേറെ ഇവർക്ക് പ്രയാസമുണ്ടാക്കുന്നത് വെള്ളക്കാർ മരിച്ചു വീഴുകയോ എന്നുള്ള ഒരു ചിന്തയാണ്. വംശീയത തീർന്നു എന്നുള്ള മിത്ത് ഇവിടെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. വിശ്വസിപ്പിച്ചിട്ടുള്ള ഇത്തരം മിത്തുകൾ തകർന്നടിഞ്ഞ് തരിപ്പണമാവുകയാണ്. ഒരിക്കലും എല്ലാവരെയും ഈക്വലാണെന്ന് ഏതാനും ചില ടെക്സ്റ്റ് ബുക്കുകളിലും അതുപോലെ തന്നെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചു, വരികളിൽ എഴുതി വെച്ചു എന്നുള്ളതല്ലാതെ ഒരിക്കലും യൂറോപ്യൻ അങ്ങനെ കരുതിയിട്ടില്ല. ഒരിക്കലും ഇത്തരം ആളുകൾ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. അവർ വിശ്വസിക്കുന്നത് ഇന്നും വെള്ളക്കാരൻ അവൻ കുറച്ച് മുകളിൽ തന്നെയാണ്. അവൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു വെള്ളക്കാരനെ കൊന്നാൽ ഇപ്പുറത്ത് ഒരു 100 അറബിയെ കൊന്നാൽ പോലും അത് ഈക്വൽ ആവില്ല എന്നാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് 1200 പേരെ കൊലപ്പെടുത്തി എന്ന് പറയുന്നത്. അതിൽ കൂടുതലും പട്ടാളക്കാരാണ്. പക്ഷേ എന്നാൽ പോലും 1200-ന് പകരമായിക്കൊണ്ട് 1,00,000 പേരെ കൊന്നാലും ഞങ്ങൾക്ക് മതിയാവില്ല. അത്ര രക്തം കണ്ടാൽ പോലും ഞങ്ങൾക്ക് മതിയാവുന്നില്ല. ഞങ്ങൾക്ക് ഇനിയും ആളുകളെ കൊല്ലണം, ഇനിയും ഗസക്കാരെ പട്ടിണിക്കിട്ട് കൊല്ലണം. അതുകൊണ്ടാണ് ഇന്നും ഇപ്പോഴും ഈ സമയത്തും അവിടെ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടെ വെള്ളവും ഭക്ഷണവും നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ലൈവായി നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയാണ്. അതുപോലെ തന്നെ 7ാമത്തെ ഏറ്റവും അവസാനത്തെ ഒരു മിത്ത് എന്ന് പറയുന്നത് മതത്തിൻ്റെ പേരിലായിരുന്നു ഏറ്റവും കൂടുതൽ വയലൻസ് നടന്നത് എന്നുള്ളത്
വലിയ രൂപത്തിൽ ആളുകളെ വിശ്വസിപ്പിച്ചിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടതൊക്കെ മതേതരമായിട്ടുള്ള അല്ലെങ്കിൽ മതരഹിതമായിട്ടുള്ള ഐഡിയോളജികളുടെ പേരിലാണ് എന്നുള്ളത് നമുക്ക് കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകും. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെടുന്നത് സയണിസം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ പേരിലാണ്. പാശ്ചാത്യർ തന്നെ എല്ലാ നിലക്കും വെള്ളവും വളവും കൊടുത്തുകൊണ്ടിരിക്കുന്ന, സെക്യുലറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ്, അതിനുവേണ്ടിയാണ് ഇത്രയും ആളുകളെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം എന്താ ചോദിച്ചാൽ, മതനിരപേക്ഷ മനസ്സുള്ളവർ അത്തരം കാര്യങ്ങളെ പിന്തുണയ്ക്കില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള മതത്തിൻ്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ യുദ്ധങ്ങളും ആക്രമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ മതനിരപേക്ഷ മനസ്സുള്ളവർ, സെക്യുലർ മനസ്സുള്ളവർ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളൊക്കെ ഇതിനൊക്കെ എതിരാണ്. ഞങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ മതരഹിതമായൊരു ലോകം വന്നാൽ ഇത് ഇവിടെയുള്ള ലോകം വളരെ സുന്ദരമായിരിക്കുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ പറയുന്ന ആളുകളാണ് ഈ വംശഹത്യക്ക് ന്യായീകരണം ചമച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ വംശഹത്യ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പക്ഷം പിടിക്കാതിരിക്കുക പോലുമല്ല ചെയ്യുന്നത്. തീർച്ചയായും ഇത് പക്ഷം പിടിക്കേണ്ടുന്നൊരു വിഷയമാണ്. കാരണം ഒരു ഭാഗത്ത് വംശഹത്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരകളുടെ കൂടെയാണ് നിൽക്കേണ്ടത്. മാനവികതയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഞങ്ങൾക്ക് മതമില്ലാത്ത മാനവികതയുടെ വക്താക്കളാണെന്നൊക്കെ പറയുന്ന ആളുകൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരകളുടെ കൂടെ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, വേട്ടക്കാരൻ്റെ കൂടെ നിൽക്കുകയും അവർക്ക് ന്യായീകരണങ്ങൾ ചമയുകയും അവരെന്തുകൊണ്ട് ആക്രമിച്ചു എന്നുള്ളതിന് കാരണങ്ങൾ ചെയ്യുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രം ആരംഭിക്കുന്നത് തന്നെ 2023 ഒക്ടോബർ 7-ലാണ്. ഈ പ്രശ്നങ്ങളുടെ മൊത്തം തുടക്കം ഒക്ടോബർ 7-നാണ്. അതിനു മുമ്പ് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ ഇങ്ങോട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നും ഇസ്രയേൽ എന്ന് പറയുന്ന മതരാഷ്ട്രത്തിനു വേണ്ടി അല്ല, മതഭീകര രാഷ്ട്രത്തിനു വേണ്ടി ന്യായീകരണങ്ങൾ ചമഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള നിരീശ്വരവാദികളായ ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയലൻസ് ഉണ്ടായാൽ അത് മതരഹിതമായ ലോകവീക്ഷണമുള്ളവർ അതിനെ പിന്തുണയ്ക്കില്ല എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ഒരു മിത്ത് കൂടി ഇവിടെ തകർന്നടിഞ്ഞ് തരിപ്പണമായിരിക്കുകയാണ്. അതേ കാര്യം തന്നെയാണ് ഇന്ത്യയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംഘപരിവാറിൻ്റെ അക്രമങ്ങളെ പിന്തുണക്കാൻ, അതിന് ഭൗതിക ന്യായീകരണങ്ങൾ ചമയാൻ ഇതേ മതരഹിതരായ ആളുകൾ തന്നെയാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മതമില്ലാതായാൽ മതം ഉപേക്ഷിക്കൂ, മനുഷ്യരാകൂ എന്നൊക്കെ പറയുന്ന അത്തരം മിത്തുകളുടെ അതിൻ്റെ അടിവേരറുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളിലൂടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാനും ചെറിയ 1.5 വർഷം കൊണ്ട് ഇത്രയേറെ നമ്മൾ പോലും അറിയാതെ വിശ്വസിച്ചിട്ടുള്ള ഇത്തരം അന്ധവിശ്വാസങ്ങൾ കടപുഴകി വീണിരിക്കുകയാണ്. അത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ചിന്തിക്കട്ടെ, മനസ്സിലാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.